thickest chapati of my life. I ate that because I was hungry, but I couldn't get up from my bed for 3 days after that. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. The Gospel of Matthew and chapter 6. നമ്മുടെ രാജാവിന്റെ മാഗ്ന കാർട്ടയാ. This is the Magna Carta of our king. രാജാവ് യേശു ഫിനാൻഷ്യൽ സ്ട്രാറ്റജിയെ പറ്റി പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. There is a portion here where our King Jesus is teaching us about a financial strategy. Can somebody read Matthew chapter 6, 6-ാം അധ്യായം 31 മുതൽ 33 വരെ ഒന്ന് വായിക്കാമോ? മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, ഭൗതികമായിട്ടുള്ളതായ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും കർത്താവ് നൽകി തരും. Seek ye first the kingdom of God, and everything that concerns your physical life in the world will follow you, and God will give it to you. ഞങ്ങളെല്ലാം വിശ്വാസത്തിന്റെ അനേക പടവുകൾ കർത്താവ് ഞങ്ങൾക്ക് അനുഭവമായിട്ട് കാണിച്ചു തന്ന. God has shown us many boats of faith as life experiences. കുറച്ച് ഉണ്ടായിരുന്ന പൈസയും വണ്ടിയൊക്കെ ആയിട്ടാണ് 1400 കിലോമീറ്റർ അകലെയുള്ളതായ ആ ഗ്രാമത്തിലേക്ക് പോയത്. We took a little bit of money and a vehicle and we drove 1400 kilometers into this village. ഈ എൽസാമോള് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ എനിക്ക് ഏതാണ്ട് 650 രൂപയായിരുന്നു. അത് എൻ്റെ ഇല്ലായിരുന്നു. When our daughter Elsa was born to us, I had to pay 650 rupees to the hospital, but I didn't even have that much. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ കൂലിവേലക്കാരായ ആ വിശ്വാസികൾ ഈ ഒരു ചില്ലറ പൈസയാണ് ആ പണക്കിഴി ആദ്യമായിട്ട് എൻ്റെ ഈ കൊണ്ട തന്നു. ഞാൻ അതെന്നോട് മേടിക്കാൻ കർത്താവ് പറഞ്ഞു. മേടിച്ച് അവരെ ആസ്വദിച്ചു. There were some day laborers and hard laborers who had scraped up and scrounged up some change, and they brought it to me as an offering, and the Lord told me to take it, and I took it from them. അതുവരെയും എൻ്റെ ഒരു പിടുത്തം എൻ്റെ ഉണ്ടായിരുന്നതായ പണമായിരുന്നു. Until then, my assurance, my confidence was in the money that I had. അതുകൂടി ഇല്ലാതായിരുന്നപ്പോഴത്തേന് ഞാൻ കർത്താവിൻ്റെ മുന്നിൽ മുട്ടുമടക്കി കരയുവാനിടയായി തീർന്നു. But when I did not have that money, I truly knelt before God and wept. അവിടെ ഒരു പ്രത്യേക അഭിഷേകം അയക്കുവാൻ കർത്താവിടയായി. And the Lord sent a great anointing upon me in that moment. ഒരു കാര്യം ഓർത്തോണം, നമ്മളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിലാണ് കർത്താവ് വെളിപ്പെടുന്നത്. Remember one thing, it is in the midst of your trials that the Lord is revealed to you. Praise the Lord. Hallelujah. ഇവിടെ യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെയും മാമോൻ മണി ഗോഡിനെയും ഒരുമിച്ച് സേവിപ്പാൻ സാധ്യമല്ല. And Jesus is telling us here that you cannot serve God and mammon, the god of money, at the same time. നിങ്ങൾ എൻ്റെ രാജ്യത്തിനും എൻ്റെ പ്രിൻസിപ്പിൾസിനും എൻ്റെ നിയമത്തിനും നിങ്ങൾക്ക് പ്രാധാന്യത കൊടുക്കുന്നുവെങ്കിൽ ആവശ്യമുള്ളതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരാം. If you give your priority to the kingdom of God and the things of God, God says, I will give you everything you are in need of. Don't get anxious. നിങ്ങൾ വിചാരപ്പെടരുത്. Do not be anxious. ഇതൊരു കമാൻഡാണ്. This is a command from the Lord. നാം വിചാരപ്പെടുകയും നാം ഭാരപ്പെടുകയും ചെയ്യുന്ന സകല വിഷയങ്ങൾക്കും കർത്താവ് മറുപടി നൽകും. Whatever we are anxious about or burdened by, God will give us the answer that we are waiting for. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യും. This morning, if you believe, you will see that the Lord will do a miracle for you. Praise the Lord. Hallelujah. 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 യേശുവിന് പ്രധാനം കൊടുക്കുക, കർത്താവിൻ്റെ രാജ്യത്തിന് പ്രാധാന്യത കൊടുക്കുക, കർത്താവിൻ്റെ വചനങ്ങൾക്ക് ഉപദേശത്തിന് പ്രാധാന്യത കൊടുക്കുക.
ആവശ്യമുള്ളതൊക്കെയും കർത്താവ് തരും. If you prioritize Jesus, His kingdom and the things of God, God will provide all your needs. Do you believe? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വലതുകരങ്ങളെ ഉയർത്തിയിട്ടൊന്ന് പറഞ്ഞേ, I believe. If you believe it, can you raise up your right hand and say, I believe? Hallelujah. രണ്ട് ഭാഗങ്ങളായിട്ട് നാം നിക്ഷേപിക്കേണ്ടത് ആവശ്യമാണ്. There are two portions that we need to assign this to. ഒന്ന് വിശുദ്ധിയിൽ, രാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ ഒന്ന് വിശുദ്ധിയിൽ നിക്ഷേപിക്കണം. The first thing is that we should be established in His righteousness. In holiness. In holiness. രാജ്യത്തിൻ്റെ വിഷയം പറയുമ്പോൾ when pertaining to the kingdom, ഒന്ന് വിശുദ്ധിയിൽ നാം നിക്ഷേപം ചെയ്യണം. The first thing is that we must remain committed to the holiness of God pertaining to the kingdom of God. 1 Corinthians chapter 3, 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യം ഒന്ന് വായിക്കാമോ? The book of നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങളാണ്. നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയിൽ നാം കാക്കണം. The book of 1 Corinthians chapter 3 verses 16 and 17 says, we are the temple of God, and as a result we must humble and submit our bodies unto the Lord as His temple. രാജ്യത്തിൻ്റെ വിഷയം പഠിക്കുമ്പോൾ വിശുദ്ധിയിലുള്ളതായ ജീവിതം വളരെ പ്രാധാന്യത അർഹിക്കുന്നതാണ്. As we study the kingdom of God, the matters concerning holiness are of great significance. നമ്മുടെ ശരീരങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കണം. In our bodies the Spirit of God must dwell. പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെങ്കിൽ, if the Holy Spirit is dwelling within us, പാപ സ്വഭാവങ്ങളുടെ മേൽ ജയം കർത്താവ് നൽകും. the Lord will give you the victory over the tendencies towards sin. the sinful natures, we will have a victory over the sinful natures. പാപത്തിന്റെ സ്വഭാവത്തിന്റെ മേൽ നമുക്കൊരു ജയം കർത്താവ് നൽകും. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. Let us read the book of Romans chapter 12 verses 1 and 2. Yes. നമ്മുടെ ശരീരങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയുമുള്ള ആയുധങ്ങളായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. True worship is surrendering your body as a living sacrifice for the good and perfect and holy will of God. ദൈവത്തിന് യാഗമായി നമ്മുടെ ശരീരങ്ങളെ തന്നെ സമർപ്പിക്കണം. We are to submit our very bodies as a living sacrifice unto the Lord. അപ്പോസ്തലനായ പോൾ പഠിപ്പിക്കുകയാണ്, അതിനായിട്ട് ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. The apostle Paul teaches us to accomplish this, you must renew your mind on a daily basis and be transformed. എല്ലാ ദിവസവും ഒരു മാനസാന്തരം വന്നു ഭവിക്കട്ടെ. Let there be an attitude of repentance each and every day. നാം ഒരു wicked generation അല്ലെങ്കിൽ ഒരു wicked worldലാണ് നാം ജീവിക്കുന്നത്. We are all living among a wicked generation in a wicked world. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നൊക്കെയുള്ള രീതിയിൽ ശക്തമായിട്ടുള്ളതായ ആക്രമണത്തിന്റെ നടുവിലാണ് നാമും നമ്മുടെ കുടുംബവും ജീവിക്കുന്നത്. We are all living under the attack of the lust of the eyes, the lust of the flesh and the pride of life. ഇതിന്റെ നടുവിൽ ജീവിക്കണമെങ്കിൽ, വിശുദ്ധിയിൽ തികച്ചു ജീവിക്കണമെങ്കിൽ
ഒരു മാനസാന്തരം ആവശ്യം തന്നെ. And if we are to live a holy life among all of these things, we have to submit ourselves to a life of repentance. നാം ഇതിന്റെ എല്ലാം റൂട്ട് കോസ് പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, ദ്രവ്യാഗ്രഹമാണ് സകലവിധ ദോഷത്തിന്റെയും മൂലകാരണം. That is why the word of God teaches us that the love of money is the root of all evil. ആ വിഷയമാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. And that is what God is teaching us here. നിങ്ങൾ ഈ മാമോനെ പിടിച്ച് മുന്നിലിടരുത്, എന്നെ കർത്താവിനെയും നിയമത്തെയും പിടിച്ച് മുന്നിലിട. Do not provide a primary significance to mammon, the god of money. Make me your primary significance. കർത്താവിന് പ്രധാനം കൊടുക്കുന്നുവെങ്കിൽ, if you are giving primary significance to God, നിങ്ങളുടെ എല്ലാ ഭൗതിക വിഷയങ്ങളുടെ മേലും കർത്താവ് അത്ഭുതം ചെയ്യും. and then God will do a miracle in all your worldly matters. ഇല്ലെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് പിടിക്കും. Otherwise your physical needs will grab hold of you. I will tell you a short story. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കഥ പറയാം. പാലായില് മീലൻചിലാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഞങ്ങളൊക്കെ പഠിച്ചത്. We all studied in a place called Meelanchila. In Palai, there is a river called Meenachil. Meenachil is the name of a river in Palai. അത് വർഷകാലങ്ങളിൽ കരകവിഞ്ഞൊഴി. And in its season it will overflow its banks. ഈ വെള്ളം വീട്ടിൽ കൂടിയൊക്കെ കയറി പോകുമ്പോൾ സാധനങ്ങളെല്ലാം ഒഴുകിപ്പോകും. And as waters and floods would enter into the houses, the material things of the houses will get washed away. ഇപ്പൊ ഈ റൊഹാനെ പോലെയുള്ള ചെറുപ്പക്കാര് നീന്തി പോയി ഈ സാധനം പിടിക്കാൻ പോകും, ഈ ഒഴുകി പോകുന്ന സാധനം. Young men like Rohan will have to swim in the flood waters to retrieve their household materials. അപ്പോ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇതേ കരിമ്പടം ഒഴുകി പോകുന്നു. Karimbadam is black blanket. A black blanket, it has been washed away in the flood waters. One guy was saying, a black blanket, go and catch it. This black blanket was washed away, go and retrieve that. Odi neendi poi pidichu. So they swam across and retrieved it. Ee blanket ഈ നീന്തി പോയ ആളെ തിരിച്ചു പിടിച്ചു. And this blanket wrapped around the very man that tried to retrieve it. കരേന്ന് വിളിച്ചു പറഞ്ഞു, എന്നാ നീ അത് വിട്ടേച്ചിങ്ങ് പോരാൻ പറഞ്ഞു. And somebody was calling out from the banks, let it go and just come back. അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ വിട്ടു പക്ഷെ ഇത് വിടുന്നില്ലെന്ന്. This man is saying, I let go of the blanket but the blanket won't let me go. That black blanket was a black bear. That black blanket was actually a black bear. കറുത്ത ഒരു കരടിയായിരുന്നു. It was a black bear. ഇതാണ് ഈ ധനമോഹത്തിന്റെ വിഷയം. ഇതിനെ കേറി പിടിച്ചു കഴിഞ്ഞാൽ അതും കൊണ്ടേ പോകത്തു. When you have a love for the worldly matters, this worldly love that you have will grab hold of you and wash you away. But എല്ലാ പാപത്തിന്റെ സ്വഭാവങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിനാൽ അതിന്റെ ഒരു നിറവിനാൽ ഒരു ജയമുണ്ട്. But there is a victory that comes from the infilling of the Holy Spirit over all the lust of the flesh. രണ്ടാമത്തെ ഒരു നിക്ഷേപം, we need to deposit in people. The second thing that we must do is that we need to invest or deposit into people. Investment, നിക്ഷേപണം നാം ജനങ്ങളിൽ നിക്ഷേപിക്കണം. We must be willing to invest in other people. മാത്യു ചാപ്റ്റർ 28 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതും ഞാൻ പ്രസംഗിച്ചതും സകല ജാതികളുടെയും മധ്യത്തിൽ ചെന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും അവരെ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിക്കൊള്ളുവിൻ. And Jesus is commanding them here, whatever I have taught you and preached to you, I want you to teach and preach to other people, and those that believe you must baptize in the name of the Father, Son and the Holy Spirit. കർത്താവിൻ്റെ
ആ പ്രശസ്തമായ കൽപ്പനയിൽ നാം പഠിക്കുമ്പോൾ അറിയാം, എൻ്റെ റിസൾട്ട് കിട്ടേണ്ടത് ശിഷ്യന്മാരെയാണ്. This great commission is highlighting to us that my reward is present in my ability to make disciples of Jesus. ശിഷ്യന്മാരെ തയ്യാറാക്കുക. I need to prepare some disciples. സഭയുടെ അത്യന്ത ലക്ഷ്യം ഒരു ഗണം ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കുക എന്നുള്ള. The highest goal of the church is to make disciples for Jesus. കർത്താവും ഒരു പറ്റം ഒരു ചെറിയ ഗ്രൂപ്പ് ഡിസൈപ്പിൾസിനെയാണ് വാർത്തുണ്ടാക്കിയത്. And it was Jesus himself who also went on to make a small group of disciples for himself. അവര് ജെറുസലേമിലും യഹൂദിയയിലും സമറിയയിലും ഭൂമിയുടെ അറ്റത്തോളം അവർ സാക്ഷികളായി തീർന്നു. And these disciples went on to become witnesses of God in Jerusalem, Judea, Samaria, and to the ends of the earth. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം വായിക്കാം. The Gospel of Luke chapter 9 and verse 23. Let's read. തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുക. Let him deny himself, pick up his cross and follow Jesus. ഈ വഴി ഇടുങ്ങിയ വഴിയാ. This is a very narrow road. വാതിലും ഇടുങ്ങിയ വാതിലാ. And the door is also a narrow door. വളരെ ചുരുക്കം ആൾക്കാരാണ് ഇടുങ്ങിയ വഴിയിലും വാതിലിൽ കൂടിയും പോകുന്നത്. And very few find this narrow road and go through the narrow path. ബഹുഭൂരിപക്ഷവും വിശാലമായ വഴിയിൽ കൂടിയാ പോകുന്നത്. The majority of the people are traversing through a broad road. എന്നാൽ യേശുവിന്റെ രാജ്യത്തിനും പ്രഥമ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി നിങ്ങൾ കടന്നു പോവേണ്ടതാണ്. But if you are to give priority and significance to Jesus, you have to walk through the narrow door and the narrow path. തന്നെത്താൻ ത്യജിക്കുവാൻ തയ്യാറാകണം. You have to be ready to deny yourself. കുരിശ് ചുമക്കണം. You need to carry that cross. കുരിശെന്ന് പറയുകയാണെങ്കിൽ മരണത്തിന്റെ ചിഹ്നമാണ്. Cross is a symbol of death. മരിക്കാൻ തയ്യാറായിരിക്കണം. That means you need to be ready to die. കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറായതായ ഒരു പറ്റം ആൾക്കാരെ കൊണ്ടാണ് ഈ സഹസ്രാബ്ദം ജനങ്ങൾ സുവിശേഷം കേട്ടതും ഈ രാജ്യത്തിൽ വന്ന് ചേർന്നതും. It was through a small group of disciples who were ready to lay down their lives that the whole world came to know the gospel and came into salvation. 11 പേര് അവർ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്നു. These 11 were ready to die for the Lord. യേശു ഒലിവ് മലയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ ശിഷ്യന്മാരെ ചെറിയ ഗണത്തെ വിളിച്ചിട്ട് പറഞ്ഞു, യു ബി ഇൻ ജെറുസലേം, നിങ്ങൾ ജെറുസലേമിൽ തന്നെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. Jesus, before he ascended into heaven from Mount Olivet, he commanded his disciples, tarry in Jerusalem and wait. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, if you are to believe and consistently pray, പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിപ്പാനിടയായി തീരും. you will receive the power of the Holy Spirit. Power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി. എന്നോട് ചേർന്നൊന്ന് പറയാമോ? Power of the Holy Spirit. The power of the Holy Spirit. ഇച്ചിരി ശക്തിയോടെ പറഞ്ഞേ. Come on, a little more emphatically, the power of the Holy Spirit. വലതുകര ഉയർത്തി പിടിച്ചേച്ചൊന്ന് പറഞ്ഞേ. Can you lift your right hand and say, the power of the Holy Spirit? Power of the Holy Ghost. The power of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. If you receive the power of the Holy Spirit, you will become my witnesses. നിങ്ങൾ ജെറുസലേമിൽ സാക്ഷിയാകും. In Jerusalem you will be my witnesses. ജുഡേയയിൽ സാക്ഷിയാകും. In Judea you will be my witnesses. സമറിയയിൽ സാക്ഷിയാകും. In Samaria you will be my witnesses. uttermost ടൽസയിൽ സാക്ഷിയാകും. To the ends of the earth you will be witnesses. സാക്ഷി Witness. സാക്ഷി എന്നുള്ള വാക്കിന്റെ ഗ്രീക്ക് പദം എന്താണെന്ന് അറിയാമോ? Do you know the Greek term for the word witness?
Martyrios. ഹിന്ദിയിൽ ചില ട്രാൻസ്ലേഷനിലുണ്ട് ഖൂൻ സാക്ഷി. ഖൂൻ മീൻസ് ബ്ലഡ്. In Hindi, it is translated as a Kun Sakshi, which is a blood witness. ഞാൻ പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. Let me say one thing point blank. പെന്തക്കോസ്ത് നാം പരിശുദ്ധാത്മാവിന്റെ നിറവ് ആത്മസ്നാനം എന്നൊക്കെ പറയും. In Pentecostal circles, we talk about the infilling of the Holy Spirit and the outpouring of the power. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി ജീവൻ കൊടുപ്പാനുള്ളതായ ഒരു തീരുമാനമാണ്. The power of the Holy Spirit in essence is to enable you to die for the gospel of Jesus Christ. Can you say amen? Amen. Shout an amen. Amen. ശക്തിയോടെ Amen. ജീവൻ കൊടുപ്പാനുള്ളതായ ഒരു കോളിംഗ് ആയിരുന്നു. It is a calling to lay down your life. ഇന്നും അതാ. Even today. ആയിരങ്ങൾ പതിനായിരങ്ങൾ കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്തു. Thousands and 10,000s have laid down their lives for Jesus. ഇന്നും അനേക രാജ്യങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുക. Even today they are giving up their lives for Jesus. ഒരു പറ്റം രക്തസാക്ഷികളായിരിക്കും. എന്നാൽ പെന്തക്കോസ്തുകാരായ നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകേണ്ട പരിശുദ്ധാത്മാവ് തരുന്ന കൃപ ഗ്രേസ് എന്നാണെന്നറിയാമോ? കുരിശെടുക്കുവാൻ. While there are many blood martyrs, the calling of the Holy Spirit to each one of us is to take up the cross. ജീവൻ കൊടുപ്പാനുള്ളതായ ഒരു സന്നദ്ധത. And it is a desire and a passion to even lay down the life for Jesus. പരിശുദ്ധാത്മാവ് ആ ഗ്രേസ് തരും, ആ കൃപ തരും. The Holy Spirit will give you that grace. വിശ്വസിക്കുന്ന എല്ലാവർക്കും കൊടുക്കും. He will give that grace to all who believe. വിശ്വസിക്കുന്നവരാൽ കർത്താവ് അത്ഭുതം ചെയ്യും. And the Lord will do wonders through those that believe. വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് മഹത്വമെടുപ്പാനിടയായി If തീരും. you believe, the Lord is glorified in that. Let us stand in the presence of the Lord. നമുക്ക് എല്ലാവർക്കും ദൈവ സാന്നിധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഒരു തീരുമാനമെടുക്കാം. Let us stand together and take a decision today. We'll carry the cross. I will carry the cross. ഞാൻ കുരിശെടുത്ത് ഞാൻ തന്നെത്താൻ ത്യജിച്ച് ഞാൻ കുരിശെടുത്ത് യേശുവിനെ ഞാൻ അനുഗമിക്കും. I will deny myself and I will take up my cross and follow Jesus. യേശുവിൻ്റെ രാജ്യത്തിനും യേശുവിൻ്റെ നീതി പ്രമാണങ്ങൾക്കും പ്രാധാന്യത കൊടുക്കാൻ ഇന്നെന്ന പോലെ നമുക്കൊരു തീരുമാനമെടുക്കാം. We need to take a decision today to prioritize God and His kingdom and to follow Him carrying the cross. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. Let us close our eyes together. വിശ്വസിച്ചവർ, those that believed, യേശുവിന് വേണ്ടി സാക്ഷിയായി തീർന്നു. they were witnesses unto Jesus. അവർ ജെറുസലേമിൽ സാക്ഷിയായി. In Jerusalem they were witnesses. യഹൂദയിൽ സാക്ഷിയായി. They were witnesses in Judea. സമറിയയിൽ സാക്ഷിയായി. In Samaria they became witnesses. ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളായി. To the ends of the earth they became witnesses. ഈ ജനതയുടെ മധ്യത്തിൽ, in the midst of this group of people. Hallelujah. Hallelujah. Rashmantanaya. കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്താൽ ഈ സഭയെ നിറയ്ക്കണമേ. Father, fill this church with the outpour of the Holy Spirit. Power of the Holy Spirit. The power of the Holy Spirit. വലിയൊരു ആത്മപ്രവാഹത്താൽ ഈ സഭയെ നിറയ്ക്കണമേ. Lord, fill this church with a flood of the Holy Spirit. ആത്മശക്തിയാൽ നിറയ്ക്കണമേ. Fill them with the power of the Holy Spirit. വീരന്മാരുടെ സംഘമാക്കണമേ. Make them members of the group of great exploits. ഒരു സൈന്യമായി തീരുവാൻ. Make them a great army, O God. സ്തോത്രം. യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതായ ഒരു സൈനിക
ബറ്റാലിയൻ ആക്കി ഈ സഭയെ Make മാറ്റുമാറാകണമേ. this church an army battalion of soldiers that will wage war for Jesus. ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കുവോ? Will you make a decision this morning? ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കുന്നു. Will you take a decision this morning? കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച് അത്ഭുതമാക്കി മാറ്റും. The Lord will change your life and make it into a miracle before the world. Those who want to എന്നോട് ചേർന്ന് മുട്ടുകുത്തുവാൻ സാധിക്കുന്നവരൊന്ന് മുട്ടുകുത്താമോ? If anybody is able to, would you just kneel down in the presence of God along with me? Rakatanayesh. Hallelujah. സ്തോത്രം സ്തോത്രം. Thank you, Holy Spirit. നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. Let us pray together. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, Heavenly Father, നന്ദിയോടെ ഈ സഭയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. with thanksgiving we yield the church into your hands, Lord. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. Fill them with the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഈ സഭയെ നിറയ്ക്കണമേ. Fill them with the anointing of the Holy Spirit. അങ്ങയുടെ രാജ്യത്തിനും അങ്ങയുടെ നീതി പ്രമാണങ്ങൾക്കും പ്രാധാന്യത കൊടുപ്പാൻ ഇടയാക്കണമേ. Enable them to prioritize you and your kingdom and your righteousness. കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ പ്രത്യേക സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. Fill every single person that is here today with your glorious presence. സഭയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്ററെയും കുടുംബത്തെയും എല്ലാ ശുശ്രൂഷ വൃന്ദത്തെയും അഭിഷേകത്താൽ നിറയ്ക്കണമേ. Fill the pastor and all the ministers of the church with the anointing of the Holy Spirit. അനേക സഭകൾക്ക് ഒരു സാക്ഷ്യത്വമാക്കുന്ന സഭയാക്കി ഈ സഭയെ മാറ്റുമാറാകണമേ. Cause this church to be the source of many other churches sprouting forth in this nation. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടിയൻ ഈ സഭയെ അനുഗ്രഹിച്ചു God, പ്രാർത്ഥിക്കുന്നു. I bless this church in the name of the Father, the Son and the Holy Spirit. അനുഗ്രഹമാക്കി മാറ്റണമേ. Make them a blessing, God. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. 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 Hallelujah.